CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ഇഡി കണ്ടുകെട്ടാൻ ഒരുങ്ങുന്നത് 29.2 കോടിയുടെ സ്വത്ത്. 3 കമ്പനികളുടേതുൾപ്പെടെ 12 പ്രതികളുടെ സ്വത്താണ് കണ്ടുകെട്ടുക. നിലവിൽ മരവിപ്പിച്ചിരിക്കുന്ന ഇവയെല്ലാം ബാങ്ക് നിക്ഷേപങ്ങളാണ്. ആദ്യഘട്ടത്തിലെ ഈ കണ്ടുകെട്ടലിനു ശേഷം പ്രതികളുടെ കെട്ടിടം, ഭൂമി തുടങ്ങിയ സ്വത്തുകൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് കടക്കും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, എന്തായാലും ഈ ഒരു CMRL കേസിൽ ഇപ്പോൾ ഇഡി കണ്ടുകെട്ടാൻ ഒരുങ്ങുന്നത് 29.2 കോടിയുടെ സ്വത്തുവകകളാണ്. കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇഡി കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം വലിയ തരത്തിലുള്ള തട്ടിപ്പ് CMRL നടത്തിയിരിക്കുന്നു. ഏകദേശം 180 കോടിയോളം രൂപയുടെ തട്ടിപ്പ്. കഴിഞ്ഞ 15 വർഷമായി ഈ തട്ടിപ്പ് തുടരുന്നു എന്നുമാണ് ഇഡിയുടെ കണ്ടെത്തൽ. അതിൽ 12 പേരിൽ നിന്നുമാണ് ഏകദേശം 29 കോടിയോളം രൂപ കണ്ടെത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ടി വീണയുടെ പക്കൽ ടി വീണ, ഒപ്പം തന്നെ അവരുടെ 2 കമ്പനികൾ, അതായത് എക്സാലോജിക്, അതുകൂടാതെ ലൈക്കർ ഇന്ത്യ കോർപ്പറേഷൻ, ഈ 3 അതായത് വീണ ഉൾപ്പെടെ വീണയുടെ 2 കമ്പനികളിൽ നിന്നുമൊക്കെ തുക കണ്ടെത്താനുള്ള നീക്കം ഇഡി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇഡിയെ സംബന്ധിച്ചിടത്തോളം കാരണം കഴിഞ്ഞ 15 വർഷത്തിനിടയ്ക്ക് വലിയ തരത്തിലുള്ള സാമ്പത്തിക ദുർവ്യയം നടത്തിയിരിക്കുന്നു. മാത്രവുമല്ല, ഇടപാടുകൾ അതിന് കൃത്യമായി രേഖകൾ ഇല്ല എന്ന് തന്നെയാണ് ഇഡി ഇപ്പോൾ നേരത്തെ തന്നെ കണ്ടെത്തുകയും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വീണയെ ഒന്നിലധികം പ്രാവശ്യം ഇഡി ചോദ്യം ചെയ്തിരുന്നു. ആദ്യ ചോദ്യം ചെയ്യൽ വീണ കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നില്ല. പിന്നീട് വീണയുടെ ഫോൺ, അതായത് ഐഫോൺ ഉൾപ്പെടെ പരിശോധിച്ചപ്പോഴാണ് ഇടപാടുകൾ ഫോൺ വഴിയാണ് നടത്തിയതെന്ന് കണ്ടെത്തി. അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഇൻവോയ്സുകൾ ഇഡിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നടത്തിയ കൂടുതൽ ചോദ്യം ചെയ്യലിലാണ് CMRLുമായി ബന്ധപ്പെട്ട കുറേ വെളിപ്പെടുത്തൽ കൂടി പുറത്തേക്ക് വരുന്നത്. 2024 അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിക്ക് മുന്നിലേക്ക് നൽകിയ ഒരു റിപ്പോർട്ടിൽ വീണയുടെ സാമ്പത്തിക ഇടപാടുകൾ, അതായത് CMRLും വീണയുടെ എക്സാലോജിക്കും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെ തന്നെ രണ്ടാമതൊരു കമ്പനി കൂടി ഫോം ചെയ്തിരുന്നു, വീണയുടെ പേരിൽ ഉണ്ടായിരുന്നുള്ളതും ഇഡി കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഈ പണം, അതായത് ചെയ്യാത്ത സേവനത്തിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾ കൃത്യമായി നടന്നിരുന്നുവെന്ന് ഇഡിക്ക് തന്നെ വ്യക്തമായി മനസ്സിലാവുകയും തെളിവുകൾ ലഭിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ 15 വർഷത്തിന് ഇടയിൽ നടത്തിയിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ തന്നെ ഏകദേശം 182 കോടിയോളം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ചും ഈ പലപ്പോഴായി CMRL കമ്പനി തന്നെ അവർ പണം പലതരത്തിൽ നികുതി വെട്ടിക്കുന്നതിൻ്റെ ഭാഗമായി പലതരത്തിൽ പല ആളുകളുടെ പേരിൽ മാറ്റിയും തിരിച്ചുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുകയും അത് പിന്നീട് പിൻവലിക്കുകയൊക്കെ ചെയ്തതായി ഇഡിക്ക് വിവരം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇഡി കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴേക്കും അത്തരത്തിലെ ക്രമക്കേടുകളും കണ്ടെത്തി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈ ക്രമക്കേടുകളെല്ലാം തന്നെ വലിയ തരത്തിലൊരു അഴിമതിയാണ് എന്ന് തന്നെയാണ് കണ്ടെത്തൽ. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ 29 കോടി രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 12 പേരുടെ പക്കൽ നിന്നും ഈ തുകകൾ കണ്ടെത്തും. ശശിധരൻ കർത്ത, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ എന്നാണ് ഈ തുക കണ്ടുകെട്ടുന്നുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇഡി ഈ അന്വേഷണവുമായി വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ മാസം തന്നെ ഒന്നിലധികം പ്രാവശ്യം വീണയെ ചോദ്യം ചെയ്തിരുന്നു. മെയ് 27-ാം തീയതി ആയിരുന്നു ആദ്യം വീണയെ ഇഡി ചോദ്യം ചെയ്ത്. പക്ഷേ അന്ന് കാര്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. അന്ന് കിട്ടിയതനുസരിച്ച് ചില മൊബൈൽ ഫോണുകളും ചില ബാങ്ക് രേഖകളും മാത്രമായിരുന്നു. പിന്നീട് ആ ബാങ്ക് രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് ചില ബാങ്കുകളുടെയൊക്കെ ലോക്കറുകൾ തുറന്ന് പരിശോധിക്കുകയും അവിടെ നിന്ന് ചില രേഖകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നത് ഫോണിൽ നിന്നുമാണ്. ഈ ഫോണിൽ നിന്നുള്ളതനുസരിച്ച് ഇവയൊക്കെ തന്നെ വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന എൻ്റെ സൂചനകളുണ്ട്. മാത്രവുമല്ല, ഇൻവോയ്സുകൾ, പണമിടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകളൊക്കെ ഫോൺ വഴിയായിരുന്നു എന്നും വ്യക്തമായിരുന്നു. അതേസമയം ചോദ്യം ചെയ്യലിൻ്റെ ആദ്യ ഘട്ടത്തിലൊക്കെ തന്നെ വീണ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് രേഖകളൊന്നും തന്നെ കൈവശമില്ല, സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇടപാടുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇഡിക്ക് ലഭിക്കും. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴേക്കും കുറച്ചുകൂടി അനുകൂലമായ നിലപാട്, അതായത്
ഡിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനും അപ്പുറത്തേക്കാണ് ഇ ഡി കുറച്ചുകൂടി മുന്നോട്ട് പോയി. ആ സമയത്താണ് SFIOയുടെ കണ്ടെത്തലുകൾ കൃത്യമാണെന്ന് മനസ്സിലായിരുന്നു. അത് 2024 അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിക്ക് നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിനകത്ത് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുമുണ്ട്. അതിൽ നിന്നാണ് വ്യക്തമായത് വീണ ചെയ്യാത്ത സേവനത്തിന് തുക കൈപ്പറ്റി എന്നുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 2 കമ്പനികൾ, അതായത് എക്സാലോജിക്, ലൈക്കർ ഇന്ത്യ തുടങ്ങിയ 2 കമ്പനികളും ഒപ്പം തന്നെ വീണ, ഇവരുടെയൊക്കെ പക്കൽ നിന്നുമാണ് ഇപ്പോൾ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം ED ആരംഭിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും 3 കമ്പനികളുടേതുൾപ്പെടെ 12 പ്രതികളുടെ സ്വത്താണ് കണ്ടുകെട്ടാൻ ഇപ്പോൾ ED തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇവയൊക്കെ നിലവിൽ മരവിപ്പിച്ചിരിക്കുന്ന ബാങ്ക് നിക്ഷേപങ്ങളാണ്. എന്തായാലും ആദ്യഘട്ടത്തിലെ ഈ കണ്ടുകെട്ടലിനു ശേഷം പ്രതികളുടെ കെട്ടിടവും ഭൂമി തുടങ്ങിയ സ്വത്തുകളൊക്കെ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്കൊക്കെ കടക്കാനാണ് ഇപ്പോൾ ED തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് DB നോയ.